വെൽക്കം ടു ബൈജു സ്റ്റോക്സ്. ബൈജു സ്റ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ബൈജു സ്റ്റോക്സ് എന്ന് തന്നെ പേരിലുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. ആ ചാനൽ ഏതാണ്ട് 2000 സബ്സ്ക്രൈബർ, ആൾമോസ്റ്റ് 4000 അവേഴ്സ് വാച്ച് അവേഴ്സ് കഴിഞ്ഞു, മോണിറ്റൈസായി. അതിനുശേഷം രണ്ടാഴ്ചയ്ക്ക് മുന്നേ യൂട്യൂബിൽ നിന്നൊരു മെയിൽ വന്നു. നിങ്ങളുടെ ചാനലിൽ ചില സ്പാം ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട്, സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട്, യൂട്യൂബ് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാതെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പാർഷ്യലി ഈ ചാനൽ ബ്ലോക്ക് ചെയ്യുന്നു. ശരിക്കും ഞാൻ വിഷമത്തിലായി. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു 2010 തുടങ്ങിയതാണ്. 2010 തുടങ്ങിയിട്ട് ഞാൻ വീഡിയോ കണ്ടൻറ്റുകൾ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയത് ഒരു 6 മന്തിനുള്ളിലാണ്. ഈ 6 മന്തിനുള്ളിൽ ഞാൻ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ക്വാളിറ്റീസ് ഉണ്ടായിട്ടല്ല, എൻ്റെ അവതരണം നല്ലതായതുകൊണ്ടല്ല, നല്ല കണ്ടൻറ്റുകൾ ഉള്ളത് കൊണ്ടല്ല, ഞാൻ തന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പ്സ്, കൊളീഗ്സ്, ഇവരെയൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് അവരെയൊക്കെ കൊണ്ട് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് 2000 സബ്സ്ക്രൈബറായി. പിന്നെ അതെനിക്ക് വാച്ച് അവേഴ്സും കവർ ചെയ്തു. അപ്പോൾ അതൊരു ഭയങ്കര ടാസ്ക് തന്നെയാണ്. ഈ 4000 വാച്ച് അവേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് തന്നെ യൂട്യൂബിൽ ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഈ മെയിൽ കിട്ടിയപ്പം ഞാൻ ആൾറെഡി യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തു ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ ചില ചാനലുകൾ സസ്പെൻഡ് ചെയ്യുകയും അത് പിന്നെ റിക്കവറി ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. ചില ആൾക്കാർക്ക് അത് റിക്കവറി ചെയ്തു എന്ന് പറയുന്നുമുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ മെയിലിനകത്ത് തന്നെ അതിൻ്റെ ഫോളോ അപ്പ് എന്ന രീതിയിൽ അവരൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ചാനൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ചാനൽ വീണ്ടും സൂക്ഷ്മമായി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബിലേക്ക് ഒരു അപ്പീൽ കൊടുക്കാം. അങ്ങനെ ഞാൻ ആ അപ്പീൽ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നു. നമ്മുടെ പേര്, നമ്മുടെ ഇമെയിൽ അക്കൗണ്ട്, നമ്മുടെ ചാനലിൻ്റെ പേര്, പിന്നെ അവിടെ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, നിങ്ങളത് ചെക്ക് ചെയ്യണം, യൂട്യൂബ് അത് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് അതിനകത്ത് റീ അപ്പീൽ കൊടുക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഞാൻ അപ്പീൽ കൊടുത്തു. ആഫ്റ്റർ 1 ഡേ കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ നിന്ന് ഒരു മെയിൽ എനിക്ക് വന്നു. നിങ്ങളുടെ ചാനലിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ചാനൽ പൂർണ്ണമായും സസ്പെൻഡ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഈ ചാനൽ തിരിച്ചു കിട്ടത്തില്ല എന്നുള്ളത്. ഞാൻ യൂട്യൂബിലുള്ള പല യൂട്യൂബേഴ്സും 1000 സബ്സ്ക്രൈബർ ഈസി ആയിട്ട് ഉണ്ടാക്കാം, അതേപോലെ തന്നെ 4000 വാച്ച് അവേഴ്സ് പെട്ടെന്ന് കവർ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ യൂട്യൂബേഴ്സ് കണ്ടൻറ്റുകൾ ഇടുന്ന വീഡിയോസ് കണ്ടിട്ട് ഞാൻ അവർക്കൊക്കെ പേഴ്സണലി മെസ്സേജ് ചെയ്തു. ചില ആൾക്കാർ എനിക്കതിൽ റെസ്പോണ്ട് ചെയ്തു. അതിൽ ചില ആൾക്കാർ കറക്റ്റായിട്ട് പറഞ്ഞു ഈ ചാനൽ എനിക്ക് തിരിച്ച് കിട്ടത്തില്ല എന്നുള്ളത്. അപ്പം ഞാൻ പൂർണ്ണമായിട്ടും വിഷമത്തിലായി. സത്യാവസ്ഥ, ചാനലിന് തിരിച്ച് കിട്ടത്തില്ല. അപ്പം ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങി. സെയിം പേര് തന്നെയാണ്, ബൈജു സ്റ്റോക്സ് എന്നാണ്. ബൈജു സ്റ്റോക്സ് ചാനൽ ഇന്ന് തൊട്ട് ലൈവ് ആവുകയാണ്. പഴയ വീഡിയോസ് കുറേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നമ്മളെ കയ്യിലുള്ള കണ്ടൻറ്റുകളൊക്കെ വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇനി എന്തായാലും യൂട്യൂബിൻ്റെ ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ ഇതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തു, അത് ഞാൻ പഠിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ ചാനൽ ടെർമിനേറ്റ് ആയി പോകാനുള്ള കാരണം അത് നമ്മൾ പഠിച്ചു. അപ്പം നമ്മൾ വളരെ സൂക്ഷ്മമായിട്ടും യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസൊക്കെ ഫോളോ ചെയ്തിട്ട് മാത്രമേ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പഴയതുപോലുള്ള സപ്പോർട്ടുകൾ തരിക. നല്ല വീഡിയോസും കണ്ടൻറ്റുകളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. നിങ്ങളാണ് എൻ്റെ വളർച്ചയ്ക്ക് വളമാകുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ പറയുന്നതിനനുസരിച്ചാണ് ഞാൻ ഇനി വീഡിയോ ചെയ്യുന്നത്, കണ്ടൻറ്റുകൾ, പുതിയ കണ്ടൻറ്റുകൾ ചെയ്യുന്നത്. കുറേ പഴയ കണ്ടൻറ്റുകൾ ഞാനിപ്പം അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊക്കെ എൻ്റെ പഴയ കണ്ടൻറ്റുകളാണ്. എന്നാലും നമ്മളിപ്പം ഈ കുറച്ച് ദിവസമായിട്ട് ഷൂട്ട് ചെയ്ത കുറേ കണ്ടൻറ്റുകളുണ്ട്, അതും ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. എൻ്റെ പഴയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരോടും ഇനി സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അഗെയിൻ. താങ്ക് യു.